ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BS6 വണ്ടിന്റെ കംപ്ലൈൻസ് ആണ്. BS6 വണ്ടി ES ആണ്, അല്ല സോറി KS ആണ് വണ്ടി. സ്റ്റാൻഡേർഡിന്റെ സെയിം ക്രാങ്ക് വെയിറ്റ് വരുന്ന വണ്ടിയാണ്. കോസ്മെറ്റിക് മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. 10.5 ക്രാങ്ക് വെയിറ്റ് വരുന്ന വണ്ടി, BS6 വരുന്ന വണ്ടിയാണ്. സൈലൻസറൊക്കെ സ്റ്റോക്ക് സൈലൻസർ മാറ്റിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ചാവി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ MIL തെളിയില്ല, വണ്ടി ഓഫ്, വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഇതാണ് ഒരു വിഷയം. അപ്പം ടാങ്കിന്റെ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടും ഒന്നിച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന്റെ കംപ്ലൈൻറ്റ് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു വണ്ടി സ്റ്റാർട്ട് ആകാതായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ലൈറ്റ്, മറ്റേ സാധാരണ BS4 വണ്ടിയൊക്കെ ഉപയോഗിച്ച ആളുകൾ പെട്ടെന്ന് ലൈറ്റ് ഒന്നും ശ്രദ്ധിക്കാറില്ല. അപ്പം കുറേ കിക്ക് ചെയ്യും. അതേമാതിരി തന്നെ വീലിട്ട് സ്റ്റാർട്ട് ചെയ്ത് ബാറ്ററി ഓൾറെഡി ഉണ്ടല്ലോ, ബാറ്ററി വർക്കിംഗ് ആണ്. അതുകൊണ്ട് മാക്സിമം കിക്ക് ചെയ്ത് കിക്കർ പോൾ വരെ പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ബുള്ളറ്റിൻ്റെ ഒക്കെ. ഇതിൻ്റെ കിക്കർ പോൾ പോയി കഴിഞ്ഞാൽ എഞ്ചിൻ അയക്കേണ്ടി വരും കേട്ടോ, നല്ല ശ്രദ്ധിക്കണം. 100 രൂപേൻ്റെ പാർട്സിന് വിലക്കുമ്പോൾ ഒരു എഞ്ചിൻ കംപ്ലീറ്റ് അയച്ചൊരു വർക്ക് എടുക്കേണ്ട പണിയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ നമ്മൾ സ്റ്റാർട്ട് ആയാലും ഓവറായിട്ട് കിക്കർ പോൾ കളയുന്ന പരിപാടി എടുക്കരുത്. അതുകൊണ്ട് സ്റ്റാർട്ട് ആവുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ പിന്നെ BS6 വണ്ടി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത്, സ്പെഷ്യലൈസ് ചെയ്ത് വർക്ക് എടുക്കുന്ന ആരെങ്കിലും അടുത്ത് കൊണ്ടുപോയി കറക്റ്റായിട്ട് ഷോർട്ട് ഔട്ട് ചെയ്യുക, അതിൻ്റെ കംപ്ലൈൻറ്റ് തീർക്കുക. ഇതിൻ്റെ വിഷയം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രശ്നമാണ് കേട്ടോ. സൊല്യൂഷൻ എങ്ങനെയാണ് നോക്കാൻ, എന്താണ് കംപ്ലൈൻസ് നോക്കാണ് ഇവിടെ നോക്കുക. ഇഗ്നിഷൻ ഓണാണ്, MIL തെളിയുന്നില്ല. കില്ലർ സ്വിച്ച് ഓണാണ്, MIL തെളിയുന്നില്ല. MIL തെളിയാത്തത് എല്ലായ്പ്പോഴും ECM കംപ്ലൈൻസ് എന്ന് പറയരുത്. കാരണം ഫ്യൂൽ പമ്പും വർക്ക് ചെയ്യുന്നില്ല. ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നത് ഇഗ്നിഷൻ ഓൺ ആകുന്ന സമയത്ത്, കില്ലർ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കും. ആ സൗണ്ട് ഇതിൽ കേൾക്കുന്നില്ല. ഞാൻ ഡയഗ്നോസ് ചെയ്തപ്പം എന്താണെന്ന് വെച്ചാൽ ECMന്റെ പ്രോബ്ലംസ് ആണ് കാണിച്ചത്. ഡയഗ്നോസ് ചെയ്യുന്നത് കാണിക്കുന്നില്ല, കുറച്ച് ഒരു ടൈം എടുക്കുന്നതുകൊണ്ട് കാണിക്കുന്നില്ല. ഡയഗ്നോസ് ചെയ്യുക, സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒന്നും കാണിക്കില്ല. അതായത് സ്കാനിങ് ECM, അതായത് സ്കാൻ ടൂൾ ഒരു ഇതിൻ്റെ സിസ്റ്റം ഒന്നും തന്നെ കാണിക്കില്ല, ഒരു ഫങ്ഷൻസും കാണിക്കില്ല എന്നുള്ളതാണ്. ECM കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ കാരണം റീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഫങ്ഷൻസ് ഒന്നും കാണിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്ററി നെഗറ്റീവ് ടെർമിനൽ അയച്ച് ഒഴിവാക്കാനാണ്. എപ്പോഴും നമ്മൾ ECMുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വർക്ക് എടുക്കുന്ന ബാറ്ററി കണക്ഷൻ ഒഴിവാക്കിയിരുന്നു കേട്ടോ. അതേമാതിരി ഓവർ സ്പാർക്ക് വരാൻ നോക്കുക. അത് അയച്ചിട്ട് നമ്മൾ ബാറ്ററി ബോൾട്ട് അയക്കുന്ന സമയത്ത് ഇതിവിടെ ലൂസായി കിടക്കുക. അതേ സമയത്ത് ഇവിടെ അരഞ്ഞെറിഞ്ഞ് സ്പാർക്ക് വരും, അത് വരാതിരിക്കാൻ നല്ല ശ്രദ്ധിക്കുക. പിന്നെ ഒരു 4 വർഷം 3 വർഷം കഴിഞ്ഞാൽ 4 വർഷം കഴിഞ്ഞ ബാറ്ററിയാണ് നിർബന്ധമായിട്ട് ബാറ്ററി മാറ്റി കളയാട്ടോ. കാരണം ബാറ്ററിന്റെ പ്രശ്നം കൊണ്ട് ECM വല്ലാതെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. കാരണം ബാറ്ററി ലോ ആയി ഓടുന്ന സമയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ECMന്റെ ആ ഒരു ഫങ്ഷൻസ് ഒരുപാട് മാറ്റം വരും. പെട്ടെന്ന് വോൾട്ടേജ് കുറയിലും കൂടുതലൊക്കെ ECMന്റെ ഫങ്ഷൻസിൽ മാറ്റം വരാൻ ECM കംപ്ലൈൻറ്റ് ആവും. അതുകൊണ്ട് ബാറ്ററി എപ്പോഴും നല്ല പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി തന്നെ ഉപയോഗിക്കുക. അതേപോലെ ബ്രാൻഡഡ് ബാറ്ററി മാത്രം ഉപയോഗിക്കുക BS6 വണ്ടികളിൽ. അപ്പം ഞാനത് ECM അയക്കണം നോക്കാം കേട്ടോ. ചെറിയ ക്ലിപ്പ് ഉണ്ട്, ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി വന്നോളൂ. പിടിച്ച് വലിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിനെ പിടിച്ച് താഴ്ത്തിയാൽ മതി, ഓട്ടോമാറ്റിക് പൊങ്ങി വന്നോളൂ. ഇതാണ് ECM. ECMന് വരുന്ന വില 4905 ആണ്. 4905 രൂപയാണ് ECMന് വരുന്നത്. ECMന്റെ റബ്ബർ കേസിങ് ഒഴിവാക്കണം. ഊരിയിട്ട് മറ്റുള്ള പ്ലേസ് ചെയ്യണം. കാരണം ECMന്റെ കൂടെ കേസിങ് വരില്ല. ഈ കേസ്
അതിന് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തിരിച്ചു കുത്താൻ കൊടുക്കാൻ നല്ല ശ്രദ്ധിക്കുക കേട്ടോ. വലിയ പിന്നുള്ള ഭാഗമുണ്ട്, വലിയ പിന്നിൻ്റെ ഇവിടെ ഭാഗമുണ്ട്. ഇതേമാതിരി പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ വലിച്ചതേമാതിരി ലോക്ക് ചെയ്തിടാം. ഈസിയും ലോക്കായി. സെയിം സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അതേമാതിരി തന്നെ ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക, വെച്ചിട്ട് ടെർമിനൽ ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. പിന്നെ ലൂസ് ആക്കി ഇടരുത്. പ്രസ് ചെയ്ത് പിടിച്ച് ബോൾട്ട് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ചായ ഒന്ന് ഓണാക്കാം. ഇഗ്നിഷൻ ഓൺ ചെയ്യാണ്. ക്യാമറയിൽ തെളിഞ്ഞു. ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ലൈറ്റ് ഓഫ് ആയി. അപ്പൊ ഇതിന്റെ കംപ്ലൈൻസ് വരുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം വിഷയമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ML തെളിയാൻ നിൽക്കാതെ ML തെളിയാതിരിക്കാതെ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുക, രണ്ടും ഒന്നിച്ചാണ് വരുന്നത്. ആ ഒരു സംശയമില്ല. ഈസിന്റെ കംപ്ലൈന്റ് ആണ്. ഈസിനെ റീപ്ലേസ് ചെയ്യുക. അതിനെ ഡയഗ്നോസ് ചെയ്ത് നോക്കുക. സ്കാൻ ചെയ്താൽ കറക്റ്റ് അറിയും പോയതാണോ അല്ലേ എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ പിന്നെ തീരുമാനിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഡയഗ്നോസ് ചെയ്യാൻ നേരെ ഈസിനെ റീപ്ലേസ് ചെയ്യരുത്. അതിന് ഈ ഒരു രണ്ട് കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ആദ്യം ഡയഗ്നോസ് ചെയ്ത് നോക്കുക. ഡയഗ്നോസിൽ യാതൊരു കോഡും ഈസിയും എടുക്കുന്നില്ല എങ്കിൽ യാതൊരു സംശയമില്ല, ഈസിയും കംപ്ലൈന്റ് ആണ്. നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് അതിന്റെ ഈസിയം. അതുകൊണ്ട് തന്നെ കാരണം മാത്രം വലിയ ടെൻഷൻ ഇല്ലാത്ത സംഗതിയാണ്. അപ്പോൾ ഈ ഒരു സംഗതി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ഔട്ട് ചെയ്യാൻ. പക്ഷേ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സമയങ്ങൾ വല്ലാതെ കിക്കറടിച്ച് ഒരുപാട് കിക്ക് ചെയ്ത് പിന്നെ ക്ഷീണിച്ച് ഇറക്കത്തിൻ്റെ ഗിയറിലിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുന്നതൊക്കെ ഒരുപാട് ആളുകൾ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒന്നും ഈ ഒരു പമ്പും വർക്ക് ചെയ്യുന്നില്ല, ഈ ഒരു ലൈറ്റും കത്തുന്നില്ല എങ്കിൽ ഒന്നും നോക്കാനില്ല, വണ്ടി ടോ ചെയ്യുക, അല്ലെങ്കിൽ ഈസി മാറ്റി കൊടുക്കുക. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.